ഗുരുവായൂർ കേശവനെ കൂടാതെ അകാല വാർദ്ധക്യത്തിലും ഗുരുവായൂരപ്പന്റെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ഉത്സാഹത്തോടെ പങ്കെടുത്തിരുന്ന ലക്ഷ്മിക്കുട്ടി എന്ന ആനയുമെല്ലാം ശീവേലിപ്പറമ്പിൽ കെട്ടും തറിയുമായി കഴിഞ്ഞിരുന്നവരായിരുന്നു. ഭഗവാന്റെ ഇഷ്ടമൃഗത്തെ നടക്കിരുത്തുവാൻ അക്കാലത്ത് ധാരാളം ഭക്തന്മാർ മുന്നോട്ട് വന്നു. ദേവസ്വം അധികാരികൾ അവയെ സസന്തോഷം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞതും സംഗതി കൈവിട്ടു പോകുന്ന പരുവത്തിലായി. അത്തരം ഒരവസ്ഥയിലാണ് പുന്നത്തൂർ കോവിലകം വാങ്ങുന്നതും അത് ആനത്താവളമാക്കി മാറ്റുന്നതുമെല്ലാം. ദേവസ്വം ആനത്താവളത്തിലേക്ക് ശീവേലിപ്പറമ്പിൽ നിന്നും 28 ആനകളെയാണ് 75-ൽ കൊണ്ടുവന്നത്. ഗജശ്രേഷ്ഠനായ ഗുരുവായൂർ കേശവന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ആ വിശേഷപ്പെട്ട ഗൃഹപ്രവേശം. മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന മുഴുവൻ രാജകീയ ചൈതന്യങ്ങളും രാജസ്വഭാവവുമുള്ള കേശവന്റെ വരവ് കിഴക്കേ ഭാഗത്തുകൂടിയായിരുന്നു. കേശവൻ മുന്നിൽ നടന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി. അന്ന് കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന പാലം കടക്കുമ്പോൾ കേശവൻ ഒരു മാത്രം നിന്നു. എന്നിട്ട് മുൻകാലുകൾ കൊണ്ടും തുമ്പിക്കൈ കൊണ്ടും പാലത്തിൻ്റെ ബലം അളന്നു. അമർത്തി ചവിട്ടിയും തട്ടിയുമായിരുന്നു ആ പരീക്ഷണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഇത്രയൊന്നും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത കാലത്ത് പണിത പാലമായതുകൊണ്ടാകണം കേശവന്റെ ബലപരീക്ഷണം. പാലം അതിജീവിച്ചു. കേശവൻ അതിലൂടെ നടന്ന് പുന്നത്തൂർ കോട്ടയിലേക്ക് പ്രവേശിച്ചു. നിരനിരയായി ലക്ഷ്മിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ പിന്നാലെ വന്നവരുടെ താവളം പിന്നീട് പുന്നത്തൂർ കോട്ടയായിരുന്നെങ്കിലും ഗുരുവായൂർ കേശവൻ ഇവിടെ അധിക നാൾ തങ്ങിയില്ല. ഭഗവാന്റെ സ്വന്തം ആളായ കേശവൻ അമ്പലമുറ്റത്തേക്ക് തന്നെ മടങ്ങി. അതിവിശാലമായ കോവിലകം പറമ്പിലേക്ക് ആനകളെ മാറ്റിയതോടെ ധാരാളം പേർ വീണ്ടും ഭഗവാന്റെ മുന്നിൽ ആനകളെ സമർപ്പിക്കുവാനെത്തി. ഇത്തവണ ഭക്തരെ ദേവസ്വം അധികാരികൾ നിരാശപ്പെടുത്തിയില്ല. ആകെ ഉണ്ടായിരുന്ന 28 ആനകളെ കോവിലകത്തിൻ്റെ ഒരു മൂലയിൽ തളയ്ക്കുവാനേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള വിശാലമായ പറമ്പ് അങ്ങനെ ഒഴിഞ്ഞു കിടന്നു. വീണ്ടും ആനകൾ എത്തുവാൻ തുടങ്ങിയപ്പോൾ ഇവിടം ഉത്സാഹത്തിലായി. ആനത്താവളത്തിൻ്റെ പ്രശസ്തി പല നാടുകളിലേക്കും പരന്നു. ആനപ്രേമികളും ആന നിരീക്ഷകരും ഭക്തരും ടൂറിസ്റ്റുകളുമെല്ലാം 90കളുടെ തുടക്കത്തോടെ അങ്ങനെ ഇവിടേക്ക് ഒഴുകാൻ തുടങ്ങി. കൃഷ്ണന്റെ സന്നിധിയിൽ അക്കാലത്ത് ബീഹാറിൽ നിന്നും അരുണാചൽ പ്രദേശിൽ നിന്നും ആസാമിൽ നിന്നുമെല്ലാം ധാരാളം കുട്ടിയാനകളെ കൊണ്ടുവന്ന് അനവധി ഭക്തർ നടക്കിരുത്തി. ശരിക്കും അതൊരു ഒഴുക്ക് തന്നെയായിരുന്നു. ആനകളുടെ എണ്ണം 28-ൽ നിന്നും മീറ്റർ അടിക്കുന്ന വേഗത്തിൽ കുതിച്ചു. 30, 40, 50, 60 എല്ലാം കടന്ന് 75 വരെയായി. ഇക്കണക്കിന് പോയാൽ ഭഗവാൻ ആനകളുടെ എണ്ണത്തിൽ സെഞ്ചുറി തികയ്ക്കും എന്ന അവസ്ഥയെത്തി. ദേവസ്വം അധികൃതർ അതോടെ വീണ്ടും നിയന്ത്രണങ്ങളുമായി എത്തി. എന്നാൽ ഇവിടേക്കുള്ള ജനപ്രവാഹത്തിന് നിയന്ത്രണങ്ങളൊന്നുമില്ലായിരുന്നു. കാട്ടിലെ പ്രതാപിയുടെ മുഴുവൻ ഐശ്വര്യങ്ങളുമായി അങ്ങനെ ഓരോ ആനയും തലപ്പൊക്കത്തോടെ നിന്നു. ഇവിടത്തെ ആനകളെ നടക്കിരുത്തിയ ഭക്തർ ആദ്യകാലങ്ങളിൽ പാപ്പാന്മാരെയും ദേവസ്വത്തിന് കൈമാറിയിരുന്നു. പിന്നീട് ദേവസ്വം അത് നിർത്തലാക്കി. എത്രയൊക്കെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടും നന്ദന്റെ മുന്നിലേക്ക് പിന്നെയും സഹ്യപുത്രന്മാർ എത്തിക്കൊണ്ടിരുന്നു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമെല്ലാം പ്രശസ്തരായ നിരവധി വ്യക്തികൾ ഭക്തിയോടെ കണ്ണന് സമർപ്പിച്ച ഗജവീരന്മാരാണ് ഇവിടെ അലസമായി വിശ്രമിച്ചും പനമ്പട്ട തിന്നുമെല്ലാം നിൽക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാക്കാരുമൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ നിര തന്നെ ഇവിടെ ആനകളെ നടക്കിരുത്തിയിട്ടുണ്ട്. ഒരു വേള ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാകും ഇതിലാരെയാണ് പുരഴ്ചി തലൈവി കുമാരി ജയലളിത നടക്കിരുത്തിയ കൊമ്പനെന്നും മലയാള സിനിമയിലെ ക്ഷുഭിത നായകനായ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി കണ്ണന് സമർപ്പിച്ച ഗജകേസരിയെന്നും. ഒന്ന് നോക്കിക്കൊള്ളൂ. അതെ, നിങ്ങളുടെ ഊഹം ഇവയുടെ ചലനങ്ങളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. അത്രത്തോളം നിഷ്കളങ്കരാണ് ഈ പാവങ്ങൾ. മതപ്പാടിലും അതിൻ്റെ ലക്ഷണങ്ങളോടും കൂടി നിൽക്കുന്ന ആനകളെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ ലക്ഷ്മി കൃഷ്ണയും നന്ദനും ഗോപാലകൃഷ്ണനും കുട്ടിക്കേശവനും കണ്ണനും ദാമോദരദാസും മുറിവാലനും മുകുന്ദനും മാധവൻകുട്ടിയുമെല്ലാം ഉൾപ്പെടുന്നു. മതപ്പാടിലും വേണ്ടത്ര ചികിത്സകളും ആഹാരങ്ങളുമെല്ലാം നൽകാറുണ്ട്. ഉത്സവ സീസൺ തുടങ്ങുമ്പോഴേക്കും ഇവരിൽ പലരും ഉത്സാഹത്തോടെ
പൊതുധാരയിലേക്ക് ഇറങ്ങി വരും. അതിലേക്കുള്ള ഇടവേളയിലാണ് ഇവർ. അതെ, ഉള്ളൊരുക്കത്തിൻ്റെ നാളുകൾ. ഗുരുവായൂർ ദിവസം പുന്നത്തൂർ കോട്ടയിൽ ഇപ്പോൾ 63 ആനകളുണ്ട്. അതിൽ 2 മോഴയും 6 പിടി, ബാക്കിയുള്ളൊക്കെ കൊമ്പന്മാരാണ്. ഇത് ആനകളെയൊക്കെ ഭക്തന്മാർ നടയിരുത്തി. അതിൽ ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷനുകൾ കാരണം 1-2 വർഷമായിട്ട് കുറവാണ്. എന്നിരുന്നാലും വീണ്ടും നടയിരുത്തുള്ള ആപ്ലിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ആനകൾക്കും കാലത്ത് കുളിപ്പിച്ച് ഒരു പട്ട കാലത്ത് കൊടുക്കും. പിന്നെ സ്പെഷ്യൽ ഡയറ്റായിട്ട് ചില പത്മനാഭൻ തുടങ്ങിയ 6 ആനകൾക്ക് സ്പെഷ്യൽ ഡയറ്റ് കൊടുക്കും. അത് അരി, ചോറ് വെച്ചിട്ട് പാല്, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചെറിയൊരു മിശ്രിതം ഉണ്ടാക്കി കൊടുക്കും. ബാക്കിയുള്ള ആനകൾക്ക് ചില ആനയൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട്. അത് ഒരു മാസത്തിൽ 20 എണ്ണമൊക്കെ ഉണ്ടാവും. അത് വൈകുന്നേരം 3 മണിക്ക് ആനയൂട്ട് കൊടുക്കും. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഈ ചോറും ആനയൂട്ടൊക്കെ ഈ പനമ്പട്ടയ്ക്കും പുല്ലിനും ശേഷം. അപ്പോൾ അങ്ങനെ ആനകൾ വളരെ ആരോഗ്യമായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ 1 മാസക്കാലം സുഖചികിത്സയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആനകളൊക്കെ ഇപ്പോൾ ഒരു 250-500 കിലോ വരെ ഭാരം കൂടിയിട്ടുണ്ട്.